നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ 4-5 പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് പല ആളുകളും പറയാറുണ്ട്. യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണിക്കുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് വിരുദ്ധമാണ്. പക്ഷേ നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരസ്യമില്ലാതെ വീഡിയോ കാണാം. ആ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ട്രിക്ക്, ആപ്പുകളുടെ സഹായമില്ലാതെ യൂട്യൂബിൽ നിന്ന് പരസ്യം കാണാതെ വീഡിയോ കാണാൻ സാധിക്കുമെന്ന് കാണിച്ചു തരാം. രണ്ടാമത്, ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും. ഒന്നാമത്, ആപ്പുകളുടെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ വീഡിയോ ഇങ്ങനെ പ്ലേ ആകുന്നുണ്ട്. മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ പ്ലേ ആകും. അതിൽ നമുക്ക് സൗണ്ട് ലഭിക്കണമെങ്കിൽ ഇവിടെ സൗണ്ടിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സൗണ്ട് ഇങ്ങനെ ഓപ്പണായി വരികയും ചെയ്യും. ഏത് വീഡിയോ എടുത്താലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്താൽ പരസ്യമുണ്ടാകും. ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾക്ക് പരസ്യമില്ലാതെ വീഡിയോ കാണണമെങ്കിൽ ചെറിയൊരു സെറ്റിങ്സ് കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ കാണാം മുകളിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാം പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ ബാക്ക് ഇൻ ഫീഡ്സിൽ ഇവിടെ ഓഫായാണ് കിടക്കുന്നത് നമ്മുടെ സെറ്റിങ്സ്. അതിൽ നിങ്ങളുടെ സെറ്റിങ്സ് ഓഫ് ആണെങ്കിൽ അത് ഓൾവേസ് ഓൺ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾക്ക് പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പിനകത്താണ്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാ പെർമിഷനും എലോ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ചോദിക്കും സെറ്റ് ആസ് എ ഡീഫോൾട്ട് ബ്രൗസർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ആപ്പ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂട്യൂബ് എന്ന ഒരു ഭാഗം മുകളിൽ ഏറ്റവും മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സാധാരണ എങ്ങനെയാണോ യൂട്യൂബ് ഓൺ ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ വരുന്നതാണ്. ഇതിൽ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. അതിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സാധാരണ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പരസ്യമില്ലാതെ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിൽ ഒരു സെറ്റിങ്സ് കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ലയൺ എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കാം. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ m.youtube.com എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങളുടെ ആ റൗണ്ടിലുള്ള ഐക്കൺ റൈറ്റ് സൈഡിലേക്കാണോ എന്ന് നോക്കുക. എന്നിട്ട് അതിനുശേഷം താഴെ നമുക്കിവിടെ കാണാം അഡ്വാൻസ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ബ്ലോക്ക് ട്രാക്കേഴ്സ് ആൻഡ് ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ഭാഗം രണ്ടാമതായ ബ്ലോക്ക് ട്രാക്കേഴ്സ് ആൻഡ് ആഡ്സ് സ്റ്റാൻഡേർഡ് എന്ന ഭാഗത്താണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു നോക്കുക. ഒരു പരസ്യവുമില്ലാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതിലെ കൂടുതൽ ഫീച്ചർ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് യൂട്യൂബിലെ വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഈ യൂട്യൂബ് നമുക്ക് സാധാരണ യൂട്യൂബ് പോലെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്താൽ നമുക്കിവിടെ കാണാം നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നാൽ ഇവിടെ കാണാം ഹോം യൂട്യൂബ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എങ്ങനെയാണോ സാധാരണ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.